ഗുഡ് ഈവനിങ് ചിൽഡ്രൻ. ഇനി ഇതിൽ നമുക്ക് സീൻ 3 ആണ് എടുക്കാനുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സീൻ 3 തുടങ്ങി നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് 2 സീൻസ് നമ്മൾ കണ്ടു. ഹെഡ് മാസ്റ്റർ നാരായൺ, he realized and the villagers, they realized that a big industrialist called Dikshit is going to build a big 5-star hotel on Dharmagiri, on the Dharmagiri hills. സോ അപ്പോൾ അത് അവരെ സംബന്ധിച്ചൊരു പുതിയ ന്യൂസായിരുന്നു. അതുകൊണ്ട് തന്നെ അവരാകെ സ്കേഡായി അല്ലേ. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്, ഞങ്ങളുടെ ഒപ്പീനിയൻ കൂടി ചോദിക്കേണ്ടതായിരുന്നു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ദീക്ഷിതിനെ കുറിച്ച് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദീക്ഷിത് എങ്ങനെ ഉള്ള ആളായിരുന്നു, ദീക്ഷിത് ആരായിരുന്നു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആരായിരുന്നു എന്നല്ല, ആരാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗവൺമെൻറ്റിൻ്റെ നിന്ന് യെസ് വാങ്ങിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത സീൻ കാണിക്കുന്നത് ദ ഹോൾ വില്ലേജേഴ്സ് ദേ ആർ ഡിസ്റ്റർബ്ഡ് ആൻഡ് ദേ ആർ ഗ്യാതേർഡ് അറ്റ് രാമണ്ണാസ് ടീ ഷോപ്പ്. രാമണ്ണയുടെ ടീ ഷോപ്പിൽ അവരെല്ലാവരും കൂടി, വില്ലേജേഴ്സ് എല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ ആരൊക്കെയുണ്ട് നോക്കാം. നാരായൺ, രാമണ്ണ, ശാസ്ത്രി, രുദ്രപ്പ, കണ്ണൻ, ഇവരൊക്കെ അവിടെ ഇത്രയും പേര്. ദേ ആർ ഓൾ വില്ലേജേഴ്സ് ആൻഡ് ദേ ആർ ടോക്കിംഗ് എക്സൈറ്റഡ്ലി. ദേ ആർ വെരി വെരി എക്സൈറ്റഡ്. അവരുടെ നാട്ടിലൊരു 5-സ്റ്റാർ ഹോട്ടൽ വരാൻ പോകുന്നു. അവരെ സംബന്ധിച്ച് അതൊരു എങ്ങനെയാണ് അവരത് എടുക്കുന്നത്, അവർക്കൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു അത്. അപ്പോൾ അവരത് വളരെ സീരിയസ് ആയിട്ട് അത് ഡിസ്കസ് ചെയ്യാണ്. സോ ഫസ്റ്റ് നോക്കാം. നാരായൺ: ഫ്രണ്ട്സ്, we must discuss this calmly. Let us hear what each one has to say. Ramanna, you speak first. So it's like a meeting. മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരോടായിട്ട് നാരായണനാണ് അതപ്പോൾ ഒരു മീറ്റിങ്ങിനെ അദ്ദേഹമാണ് അത് ഒരു കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണ്, എസ്പെഷ്യലി ഈസ് എ ഹെഡ് മാസ്റ്റർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓരോരുത്തരോടായിട്ട് സംസാരിക്കാൻ പറയണം. അല്ലെങ്കിൽ എല്ലാവരും കൂടി സംസാരിച്ചാൽ ആർക്കും ഒന്നും കേൾക്കാൻ പറ്റില്ല, വ്യക്തമായി ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരോടായിട്ട് സംസാരിക്കാൻ പറയണം. സോ ഫസ്റ്റ് രാമണ്ണയോട് സംസാരിക്കാൻ പറയാണ്. സോ രാമണ്ണ: it is a foolish idea. Why do we need a 5-star hotel in this village? Is my hotel good enough? അപ്പോൾ രാമണ്ണ ടീ ഷോപ്പ് ഓണർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ, അദ്ദേഹം ഈ 5-സ്റ്റാർ ഹോട്ടലിൻ്റെ വേറൊരു രീതിയിലാണ് തിങ്ക് ചെയ്യുന്നത്. അദ്ദേഹം ചോദിക്കുന്നത്, ഇവിടെ എൻ്റെ ഹോട്ടലുള്ളപ്പോൾ വേറൊരു ഹോട്ടലിൻ്റെ ആവശ്യം എന്താണ്? ഈസ് മൈ ഹോട്ടൽ ഗുഡ് ഇനഫ്? എൻ്റെ ഹോട്ടൽ പോരെ? എൻ്റെ ഹോട്ടൽ ഗുഡല്ലേ? രാമണ്ണാസ് ടീ, രാമണ്ണാസ് കോഫി, രാമണ്ണാസ് ദോശ, രാമണ്ണാസ് വട, ഇഡ്ഡലി ഈസ് നോട്ട് ഗുഡ് ഇനഫ്? ഇപ്പോൾ രാമണ്ണയുടെ കോഫി, ടീ, അതുപോലെ ദോശ, ഇഡ്ഡലി, വട ഇതൊക്കെ നല്ലതല്ലേ? പിന്നെ എന്തിനാണ് ഇതിൻ്റെ വേറൊരെണ്ണത്തിൻ്റെ ആവശ്യം എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ദെൻ ശാസ്ത്രി പറയുന്നത് എന്താ, ശാസ്ത്രി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, കൂൾ ഡൗൺ രാമണ്ണ, യുവർ ദോസാസ് ആൻഡ് ഇഡ്ഡലീസ് ആർ അൺബീറ്റബിൾ. അതിൻ്റെ നിങ്ങളുടെ ദോശയുടെ ഇഡ്ഡലിയും വേറെ ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്താ പറഞ്ഞത്, യുവർ കോഫി ആൻഡ് ടീ ആർ ഫേമസ് ഇൻ ദിസ് വില്ലേജ് ആൻഡ് ബിയോണ്ട്. ഇവിടുത്തെ നാട്ടുകാർക്കും മറ്റുള്ളവർക്കൊക്കെ തൊട്ടടുത്തുള്ളവർക്കൊക്കെ അതറിയാം. I certainly don't think we need a fancy multi-storied hotel to compete with your tea shop. അപ്പോൾ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല നിൻ്റെ ടീ ഷോപ്പിനോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു ഹോട്ടൽ ഇവിടെ വരാനായിട്ട്, ഒരു മൾട്ടി-സ്റ്റോറീഡ് ഹോട്ടൽ ഇവിടെ വരാനായിട്ട് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. രാമണ്ണ ലുക്സ് അറൗണ്ട്. രാമണ്ണയ്ക്ക് അത് കേട്ടതോടുകൂടി സമാധാനമായി. രാമണ്ണ ഭയങ്കര പ്രൗഡായി. ഇത്രയും പേർക്ക് എൻ്റെ ഹോട്ടലിനെ കുറിച്ച് അറിയാം, ആരും മോശം പറയില്ല എന്ന് കേട്ടതോടുകൂടി അദ്ദേഹം വളരെ ഹാപ്പിയായി, പ്രൗഡായിട്ട് ഇരിക്കുകയാണ്. ദെൻ അടുത്തതായിട്ട് സംസാരിക്കുന്നത് കണ്ണനാണ്. ദിസ് ടീ ഷോപ്പ് ഇസ് ഫൈൻ ഫോർ മീ, ബട്ട് ഇഫ് സമ്മൺ വാണ്ട്സ് ടു ബിൽഡ് എ ഗ്രാൻഡ് ഹോട്ടൽ ഐ ഡോണ്ട് സീ എനി ഹാം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഡിഫറെൻറ്റ് ഒപ്പീനിയനാണ്. ആദ്യം സംസാരിച്ചവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത്. എന്താ അദ്ദേഹം പറയുന്നത്,
ഓക്കെ, നിങ്ങളുടെ ടീ ഷോപ്പ് ഓക്കെയാണ്. പക്ഷേ വേറൊരാൾ വന്നിട്ട് അദ്ദേഹം ഒരു ഗ്രാൻഡ് ഹോട്ടൽ പണിയുന്നുണ്ടെങ്കിൽ അതിനെന്താ പ്രശ്നം? എനിക്കതിലൊരു തെറ്റും തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം പറയുക. It will bring tourists. Tourist means money. And who does not need money? അപ്പോൾ അദ്ദേഹത്തിന് വേറൊരു ആങ്കിളിൽ നോക്കി കണ്ടിട്ട് അദ്ദേഹം പറയുന്നത്, ഹോട്ടൽ വന്നാൽ അതുകൊണ്ട് എന്താണ് ഗുണം? ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരും. ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ മണി ഇവിടേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. മണി ഇവിടേക്ക് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊക്കെ ഗുണമുണ്ടാവും. മണി ആർക്കാണ് വേണ്ടാത്തതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ചെറിയൊരു ഇൻഡസ്ട്രി മൈൻഡഡ് പേഴ്സണാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് മെൻറ്റാലിറ്റി ഉള്ള പേഴ്സണാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യം എന്താ? ഇവിടേക്ക് ടൂറിസ്റ്റുകൾ ഒഴുകണം. അദ്ദേഹം അതൊരു ഗ്രാമവികസനമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ജോലി, ഒരു പ്രത്യേക ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. സോ ശാസ്ത്രി പറയുന്നു, നോക്ക് കണ്ണൻ, യു ആർ റോങ്. നീ പറയുന്നത് തെറ്റാണ്. എ മൾട്ടി സ്റ്റോറീഡ് ഹോട്ടൽ ക്യാൻ നെവർ കം അപ്പ് ധർമ്മഗിരി. അപ്പോൾ എന്താ അദ്ദേഹം പറയുന്നത്? ശാസ്ത്രി പറയുന്നത്, ഒരിക്കലും ഇത്രയും വലിയൊരു ഹോട്ടൽ, ഇത്രയും മൾട്ടി സ്റ്റോറീഡ് മീൻസ് പല നിലകളുള്ള ഒരു ഹോട്ടൽ ഇവിടെ വരരുത്. ഇപ്പോൾ ഇത് കേട്ടതോടുകൂടി നാരായണനാകെ പസിൽഡ് ആവുകയാണ്. എന്താണ്? വാട്ട് ഡു യു മീൻ നെവർ? ഒരിക്കലും വരരുതെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? മിസ്റ്റർ സാഗർ ടോൾ മീ ദാറ്റ് ലോറീസ് ആൻഡ് ട്രക്സ് വുഡ് സ്റ്റാർട്ട് അറൈവിങ് ടുമോറോ. സാഗർ എന്താ പറഞ്ഞത്? നാളെ തന്നെ ലോറീസും ട്രക്സും ഒക്കെ വരും എന്നാണ്. ദ ഫൗണ്ടേഷൻ വിൽ ബി, പെട്ടെന്ന് തന്നെ ഫൗണ്ടേഷൻ ലേ ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും വരരുതെന്ന്? ശാസ്ത്രി സെഡ്, വി ഹാവ് ഗോട്ട് ടു സ്റ്റോപ്പ് ഇറ്റ്. നമ്മളത് വരാൻ പോകുന്ന അവരെ സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ വരുന്ന കൺസ്ട്രക്ഷനെ സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ. അതിൻ്റെ കാരണം എന്താ? വി കനോട്ട് അലൗ തോട്ട്ലെസ് പീപ്പിൾ ടു റൂയിൻ അവർ ബ്യൂട്ടിഫുൾ മൗണ്ടൻ. എന്താ പറഞ്ഞത്? ബുദ്ധിശൂന്യരായ കുറച്ച് ആളുകൾ ചേർന്ന് നമ്മുടെ ഈ ധർമ്മഗിരിയെ തന്നെ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ മൗണ്ടനെ നശിപ്പിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. ദർ ഈസ് നദർ മോർ അർജൻറ്റ് റീസൺ. അപ്പോൾ ഇതിലും പ്രധാനപ്പെട്ട ഒരു റീസൺ ഉണ്ട്. എന്താണെന്ന് നോക്കി, ധർമ്മഗിരി കനോട്ട് സപ്പോർട്ട് എ ബിൽഡിംഗ് ദാറ്റ് ബിഗ്, ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ധർമ്മഗിരിക്ക് ഒരിക്കലും ഇത്രയും വലിയൊരു ബിൽഡിങ്ങിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് ഡേഞ്ചറസ്. അത് വളരെ ഡേഞ്ചറസ് ആണെന്ന് പറയുകയാണ്. സോ രാമണ്ണ, വൈ ഡു യു സേ ഇറ്റ് ഈസ് ഡേഞ്ചറസ്? ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്? ശാസ്ത്രി, മൈ ഗ്രാൻഡ് ഫാദർ ടോൾ മീ ദാറ്റ് വെൻ വി ആർ ഗോയിങ് അപ്പ് ധർമ്മഗിരി to the temple once, when the temple was built 300 years ago, they realized that the earth there could not hold a structure taller than 30 feet. അപ്പോൾ ശാസ്ത്രി എന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഡേഞ്ചറസ് എന്ന് പറയുന്നതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ശാസ്ത്രി അതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ കൂടി ഒരിക്കലും ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, 300 ഇയേഴ്സിന് മുൻപാണ് അവിടെ ആ ഒരു ടെമ്പിൾ, അവിടെ ആകെയുള്ള ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ടെമ്പിളാണ്. ആ ടെമ്പിൾ അവിടെ പണിതത്. അപ്പോൾ ആ ടെമ്പിൾ പണിയുന്ന സമയത്ത് പണിയുന്നവരൊരു കാര്യം മനസ്സിലാക്കിയത് എന്താ? ദാറ്റ് മൗണ്ടൻ കനോട്ട് ഹോൾഡ് എ സ്ട്രക്ചർ ദാറ്റ് ഈസ് ബിഗർ ദാൻ 30 feet. 30 അടിക്ക് മുകളിലുള്ള ഒരു സ്ട്രക്ചർ അത് ആ ടെമ്പിള് താങ്ങില്ല. ആ മൗണ്ടൻ അത് താങ്ങാനുള്ള ശേഷിയില്ല എന്നാണ് അവർ മനസ്സിലാക്കിയത്. സോ നാരായൺ excited, this is all more reason why a hotel cannot be built there. Come on, let's talk to Mr. Sagar before it is too late. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് നാരായൺ പറയണ്ട, ഇത് തന്നെയാണ് ശരിയായ റീസൺ. നമുക്ക് എന്തായാലും ഇത് തന്നെ ഇപ്പോൾ തന്നെ ചെന്നിട്ട് സാഗറിനോട് പറയാം, അല്ലെങ്കിൽ ഇനി ടു ലേറ്റ് ആവുന്നതിന് മുൻപ് തന്നെ നമുക്ക് ചെന്ന് പറയാം, അല്ലെങ്കിൽ വൈകിപ്പോയാൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് ചെന്ന് പറയാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. ദെൻ സീൻ 4 കർട്ടൻ വീഴാണ്. സീൻ 3 അവിടെ കഴിയുകയാണ്. എന്ന് വെച്ചാൽ ഹോട്ടലിൽ ഗ്രാമീണർ തമ്മിലുള്ള സംഭാഷണം അവിടെ തീരാണ്. ഇനി നമുക്ക് സീൻ 4 പോവാണ്. അവിടെ നമുക്ക്
ഗ്രാൻഡ് മദറിനെയും നാരായണനെയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുട്ടികളുടെ ഒരു ഡ്രാമ അതിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ എന്താ ആ സീൻസ് എന്താ ഒരു പ്രസൻറ്റേഷൻ്റെ ഒരു സ്റ്റേജ് സെറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സ്റ്റേജിൽ ഒരു 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 പ്ലേസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എന്തൊക്കെ അവർ വെക്കുന്നു. ഇതൊക്കെ നമ്മൾക്ക് ഒരു നാടകം റിയലി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ നമ്മളിനി അടുത്തതായി കാണാൻ പോകുന്നത്, ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ സീൻ എന്ന് പറയുന്നത് ഒരു ഹോട്ടലാക്കി എടുക്കാനായിട്ട് അതിൻ്റെ ബാക്ക് കേർട്ടൻ, അതിനോടനുബന്ധിച്ച മറ്റേ റേഡിയോ, ഇതുപോലെ ബെഞ്ച് ആൻഡ് ഡെസ്ക്, ഗ്ലാസസ്, അല്ലെങ്കിൽ ഒരു ഹോട്ടലാണെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലുള്ള പല കാര്യങ്ങൾ, പ്രോപ്പർട്ടീസ് എന്നാണ് നമ്മളതിനെ പറയാം നാടകത്തിൽ. ഇങ്ങനെയുള്ള ഈ പല സംഭവങ്ങളെ നമ്മൾ പറയുന്ന പേര് പ്രോപ്പർട്ടീസ് എന്നാണ്. ആ പ്രോപ്പർട്ടീസൊക്കെ ഫില്ല് ചെയ്തിട്ടായിരിക്കും അവർ ആ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ചായക്കടയുടെ അറ്റ്മോസ്ഫിയർ അവർ വരുത്തി തീർക്കാം. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് അധികം പ്രോപ്പർട്ടീസ് ആവശ്യമില്ലാത്ത, അതായത് കോൺവെർസേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സീനിലേക്കാണ് അടുത്തത് പോകുന്നത്. ലാസ്റ്റ് സീൻ 3 പ്രോപ്പർട്ടീസ് വേണ്ട, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിന് പ്രോപ്പറായി വേണ്ട ഒരു ഏരിയ ആയിരുന്നു. അതുപോലെ തന്നെയാണ് തൊട്ട് മുൻപത്തെ സീനിൽ നമ്മൾ ടീ ഷോപ്പ് തന്നെയായിരുന്നു. അവിടെ അപ്പോൾ നമുക്കുള്ളൊരു ഗുണം എന്താ, ഒരേ സീൻ അല്ല, 2 സീൻ അല്ലെങ്കിൽ 2 അതിന് സാഗറും നാരായണനും കൂടിയുള്ള കോൺവെർസേഷൻ തുടങ്ങി ഇപ്പോൾ ഈ ഗ്രാമീണരുടേത് വരെ ഒരേ സെറ്റിങ്ങിൽ നമുക്ക് കൊണ്ടുപോകാം. ഒരേ ബാക്ക് പ്രോപ്പർട്ടീസ് ഒന്നും മാറ്റാതെ തന്നെ നമുക്കവിടെ വലിയ മാറ്റങ്ങൾ വരുത്താതെ തന്നെ നമുക്ക് ആ ടീ ഷോപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. സീൻ 4 ഗ്രാൻഡ് മദറും നാരായണനും കൂടി മീറ്റ് ചെയ്യാണ്. ഐ എം ജസ്റ്റ് റിമൈൻഡിങ്, ഗ്രാൻഡ് മദറിൻ്റെ ഗ്രാൻഡ് സൺ ആണ് നാരായൺ. ടെൽ മീ വാട്ട് ഹാപ്പൻ. അപ്പോൾ ഗ്രാൻഡ് മദർ വളരെ ആൻഷ്യസ് ആയിട്ട് ചോദിക്കുകയാണ്, what happened? Then Narayan, the villagers don't want to be on the hotel. We went to Mr. Sagar and explained that this is not only would our village be ruined, but the mountain itself was in danger. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, സാഗറിനെ അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ഹോട്ടൽ മാത്രമല്ല ഡേഞ്ചർ ആവാം, ഈ മൗണ്ടൻ തന്നെ ഡേഞ്ചർ ആവുമെന്ന് ഞങ്ങൾ സാഗറിനോട് പറഞ്ഞു. ദേ കനോട്ട് ഡിഗ് എ ഡീപ്പ് ഫൗണ്ടൻ ഓൺ ഇറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ബിഗ് ഫൗണ്ടേഷൻ അവിടെ ഉണ്ടാക്കരുതെന്നും ഫൗണ്ടേഷൻ ഉണ്ടാക്കരുതെന്നും ഞങ്ങൾ അവരോട് പറഞ്ഞു. ദെൻ വാട്ട് ഡിഡ് സാഗർ സേ? വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി ഗ്രാൻഡ് മദർ ചോദിക്കുകയാണ്, എന്താണ് അതിന് സാഗർ റെസ്പോണ്ട് ചെയ്തത്. നാരായൺ, ഹി വാസ് അനോയ്ഡ്. ഡു യു വില്ലേജ് ബംകിൻസ് നോ മോർ ദാൻ ദ എഞ്ചിനീയേഴ്സ് ആൻഡ് ദ ആർക്കിടെക്ട്സ് ഫ്രം ദ ബിഗ് സിറ്റീസ്? അയാൾ ഞങ്ങളെ കളിയാക്കുകയാണ് ചെയ്തത്, ഞങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ പറയുന്ന വലിയ ആർക്കിടെക്ട്സിനേക്കാളും വലിയ ബിഗ് സിറ്റീസിലുള്ള ആർക്കിടെക്ട്സിനേക്കാളും എഞ്ചിനീയേഴ്സിനേക്കാളൊക്കെ അറിവ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ഈ എന്താ നമ്മൾ പറയില്ലേ, ഓണം കയറാൻ മൂലം കിടക്കുന്ന ഈ ചെറിയ വില്ലേജേഴ്സിന് ഡു യു ഹാവ് ദിസ് മച്ച് നോളജ് ടു talk against this plan? So he asked Moses then sadly, and they are starting work tomorrow. They are not ready to listen to the villagers. അപ്പോൾ അവർ വില്ലേജേഴ്സിന് ലിസൺ ചെയ്യാനായിട്ട്, Sagar is not ready to stop the work, and they are not ready to stop their or drop their plan. They want to continue with it. Then they are starting the work from tomorrow itself. Then grandmother, she was really become sad. അവർ വളരെ വിഷമത്തോടുകൂടി ചോദിക്കുകയാണ്, where will they go, the rabbits, the deers and the partridge, who will listen to their plight? So more than the humans, she is bothering about the animals. As she already said, the animals, the birds, all those things are her friends, right? അല്ലേ? ആദ്യം തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ അവരുടെ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ അവർ ബോധർ ചെയ്യുന്നത് ഈ ആനിമൽസിനെ കുറിച്ചാണ്. ഹു വിൽ ലിസൺ ടു, അവരുടെ വിധിയെക്കുറിച്ച് ആര് പറയും? Who will listen our river, our clean, beautiful, sweet watered river? നമ്മുടെ ആ നദിയിലെ ക്ലിയർ ആയിട്ടുള്ള ആ വെള്ളം, അതിനെക്കുറിച്ച്
ആരാണ് പറയുക? So listen to the sorrow, sweet plight. Who will listen to the our river, our clean, beautiful, sweet watered river that will uh, that will now turn foul with filth. പിന്നെ എന്താണ്, ഇവിടെ വന്ന ആളുകൾ താമസിക്കാൻ കൊടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യാൻ തുടങ്ങും? അത് അഴുക്കും ചെളികളൊക്കെ കൊണ്ട് നിറയും. അപ്പോൾ അതിനൊക്കെ ആര് ഉത്തരം പറയും? ആൻഡ് ഹൂ വിൽ ലിസൺ ടു ദ സോറോ ഓഫ് ധർമ്മഗിരി? ആരാണ് ധർമ്മഗിരി മൗണ്ടൻ്റെ സങ്കടം കേൾക്കാൻ പോകുന്നത്? So when it is massacred by roads burdened with buildings, so she is considering the mountain itself just like a human. അതുകൊണ്ട് തന്നെയാണ് അവിടെ എന്താ പറയുന്നത്, ഈ ഈ ഹില്ലിനെ അല്ലെങ്കിൽ ഈ മൗണ്ടനെ കീറി മുറിച്ച് റോഡുകൾ കൊണ്ടും ബിഗ് ബിൽഡിങ്സ് കൊണ്ടും ഒക്കെ അവളെ ഉപദ്രവിച്ച്, ധർമ്മഗിരി മൗണ്ടനെ ഉപദ്രവിച്ച് കഴിയുമ്പോൾ ആരാണ് റോഡ്സ് ആൻഡ് ബേർഡൻഡ് വിത്ത് ബിൽഡിങ്സ്, ദെൻ ഹൂ വിൽ ലിസൺ ടു? ആരാണ് അവളുടെ സങ്കടം കാണുക? ദ നോയ്സ്, ദ പൊല്യൂഷൻ, ഓ ദ ഓഡിയൻസ്. അപ്പോൾ അവർ ഓർത്തെടുക്കുകയാണ്, ഇത്ര സൈലൻ്റ് ആയിട്ടിരുന്ന ആ സ്ഥലത്ത് നിന്ന് എന്തൊക്കെ ഇനി ഉണ്ടാവാം? ഒച്ച ഉണ്ടാവാം, നോയ്സ് ഉണ്ടാവാം, ദെൻ വേറെ എന്ത് വരാം? പൊല്യൂഷൻ വരും. ഇത്രയും ആളുകൾ വന്ന് അതുപോലെ വർക്കുകൾ തുടങ്ങുമ്പോൾ ക്വൈറ്റ് നാച്ചുറലി ദ പൊല്യൂഷൻ വിൽ കം. സോ ഐ ആം ക്രേസി to the audience. You think I am crazy because I care of these things? അപ്പോൾ ഓഡിയൻസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ എനിക്ക് വട്ടാണെന്ന്? ഞാൻ ഇവരെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഡു യു തിങ്ക് ഐ എം മാഡ്? Then because I can hear their voices. Don't believe me if you don't want to. അപ്പോൾ എനിക്ക് അവരുടെയൊക്കെ ശബ്ദം കേൾക്കാം. അതുകൊണ്ടാണ് ഞാൻ അവരെക്കുറിച്ച് ഇത്രയ്ക്കും ബോധേഡ് ആവുന്നത്. നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാതിരിക്കാം. ബട്ട് ഐ നോ ദ മൗണ്ടൻസ്, ദ റിവേഴ്സ്, ദ ട്രീസ് ആൻഡ് ദ ആനിമൽസ്, ദേ ഓൾ സ്പീക്ക്. പക്ഷേ എന്താ, ഈ മൗണ്ടനും ബേർഡ്സിനും ട്രീസിനും ഇതിനൊക്കെ സംസാരിക്കാൻ പറ്റും. ദേ ഓൾ സ്പീക്ക് ജസ്റ്റ് ലൈക്ക് യു ആൻഡ് മീ. നിങ്ങളെപ്പോലെയും എന്നെപ്പോലെയും ഒക്കെ അവർക്കും സംസാരിക്കാൻ പറ്റും. ഇഫ് ഓൺലി വി ലിസൺ ടു ദം. പക്ഷേ അവർ പറയുന്നത് കേൾക്കണം. അവർ സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ പലപ്പോഴും അവരുടെ ശബ്ദം കേൾക്കാറില്ല എന്നുള്ളതാണ് സത്യം. So how can anyone hear the softly gurgling stream or breeze as it rustles through the leaves or flutter of a bird's wing? അപ്പോൾ ചോദിക്കുകയാണ്, but the world is now full of noise. ഇപ്പോൾ എന്താ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ടെക്നോളജി ഒക്കെ ഡെവലപ്ഡ് ആവുന്നതിന് ഒത്തിരി മുമ്പാണ് അവർ ജനിച്ചത്. പക്ഷേ ഇപ്പോൾ എന്താ, എല്ലാവിടെയും നോയ്സസ് ആണ്. ഒന്നുകിൽ വെഹിക്കിൾസിൻ്റെ, അല്ലെങ്കിൽ ലൗഡ് സ്പീക്കേഴ്സിൻ്റെ, അല്ലെങ്കിൽ ടി വിയുടെ, റേഡിയോൻ്റെ, അതുപോലെ ഓരോന്നിൻ്റെയും വോയിസസ് ആണ്. അപ്പോൾ അത് ഓക്കെ, അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. സോഫ്റ്റ്ലി ഗർഗ്ലിംഗ്, പതുക്കെ ഒഴുകുന്ന അരുവിയുടെ ശബ്ദം, അതുപോലെ തന്നെ കാറ്റ് വീശുന്നത്, അത് ഇലകളിലൂടെ കടന്നു പോകുന്ന ആ മർമ്മര ശബ്ദം, അതുപോലെ ഒരു ബേർഡിൻ്റെ വിങ്സ് ഫ്ലട്ടർ ചെയ്യുമ്പോൾ ഉള്ള ശബ്ദം, ഇതൊക്കെ മൈന്യൂട്ട് സൗണ്ട്സ് ആണ്. സോ അതൊക്കെ ആരെങ്കിലും ഇപ്പോൾ കേൾക്കുന്നുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. സോ അവർ ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, നമ്മളെ പലതും റിമൈൻഡ് ചെയ്യിക്കുകയാണ് ഗ്രാൻഡ്മ ചെയ്യുന്നത്. കാരണം ഇതൊക്കെ ഒരിക്കൽ മനുഷ്യൻ സെൻസിറ്റീവ് ആയിരുന്ന സമയത്ത്, ഈ നോയ്സസ് പൊല്യൂഷനൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അവർ ബാക്കിയുള്ള മനുഷ്യർ ഇതൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ അവനവനെക്കുറിച്ച് ബോധേഡാവാൻ തുടങ്ങിയതോടുകൂടി അവരിതൊന്നും കേൾക്കാതെ. നാരായൺ പറയാണ്, ആജി ഡോൺ വറി. ആജി എന്ന് വിളിക്കുന്നത് ഗ്രാൻഡ്മ എന്നുള്ള ഉദ്ദേശത്തിലാണ്. ആജി യു ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവില്ല, നിങ്ങൾ അപ്സെറ്റ് ആവില്ല. ഗ്രാൻഡ് മദർ വൈപ്പിംഗ് ഹെർ ഇയേഴ്സ്. സോ ഷീ സ്റ്റാർട്ടഡ് crying for the nature. What has the hotel got to do with me? അപ്പോൾ എനിക്ക് ഹോട്ടലായിട്ട് എന്ത് ചെയ്യാനാണ്? She turns to her grandson. You know something? This has more to do with the children of our village than any morals. അപ്പോൾ ഞാൻ ഏജ്ഡ് ആയിക്കഴിഞ്ഞു, ഞാൻ അത്രയും ഏജ്ഡ് ആയിക്കഴിഞ്ഞു. എനിക്കിനി ഒരു ഹോട്ടൽ വന്നാലും ഇല്ലെങ്കിലും ഒക്കെ ഞാൻ അതിൽ പറയാൻ ആളല്ല. കാരണം
ഞാൻ അത്രയും ഏജ്ഡ് ആയിക്കഴിഞ്ഞു, അപ്പോൾ ഇനി നീ ഇതാരാണ് ഇത്ര ബോദർ ചെയ്യേണ്ടത്? You must bother about the children, the next generation. Tomorrow's world is their world. Tomorrow's ഇനിയത്തെ ലോകം അവരുടെ ലോകമാണ്. Tomorrow's world is their world. So you are the school, anyway you are the school headmaster. നീ സ്കൂൾ ഹെഡ് മാസ്റ്റർ അല്ലേ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? യു മസ്റ്റ് ടോക്ക് ടു ചിൽഡ്രൻ, ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട് ഇറ്റ്. എന്നിട്ട് അവരോട് ചോദിക്കണം, അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് അവരോട് ചോദിക്കാം. ഡോൺ പുട്ട് ഐഡിയാസ് ഇൻ ടു ദെയർ ഹെഡ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രാൻഡ് മദർ പറയുന്നത്. നീ നിൻ്റേതായ ഐഡിയാസ് അവരുടെ തലയിലേക്ക് നിറയ്ക്കാൻ നോക്കരുത്. അവർക്ക് അവരുടേതായ ഐഡിയ എന്താണെന്ന് അവരോട് ചോദിക്കാം. Then just tell them everything, then let them think for themselves. എന്നിട്ട് അവരോട് തന്നെ ഇതിൻ്റെ ഒരു സൊല്യൂഷനെ കുറിച്ച് സംസാരിക്കാൻ പറയാണ്. സോ ദേ ഗോ ഓഫ് സ്റ്റേജ് ത്രൂ ലെഫ്റ്റ് ആൻഡ് റീ എൻ്റർ ഫ്രം റൈറ്റ്. അപ്പോൾ അവർ ഓഫ് സ്റ്റേജ് പുറകിലേക്ക് പോവാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? അടുത്ത ലെഫ്റ്റിലൂടെ പോയിട്ട് റൈറ്റിലൂടെ റീ എൻട്രി ചെയ്യാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് അടുത്തതിൽ നിന്ന് മനസ്സിലാക്കാം, അടുത്ത കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാവും അവരെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. ഗ്രാൻഡ് മദർ, വാട്ട് ഡിഡ് ദ ചിൽഡ്രൻ ഹാവ് ടു സേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ തമ്മിലുള്ള കോൺവെർസേഷൻ എന്താ? നാരായൺ ആ കുട്ടികളെ കണ്ട് സംസാരിച്ചതിന് ശേഷമുള്ളൊരു കോൺവെർസേഷനാണത്. അതുകൊണ്ടാണ് നാരായണനും ഗ്രാൻഡ് മദറും സ്റ്റേജിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലൂടെ പോയിട്ട് റൈറ്റ് സൈഡിലൂടെ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാരായൺ പറയുന്നത് ചിൽഡ്രനെ മീറ്റ് ചെയ്തിട്ട് അവരുടെ റെസ്പോൺസ് എന്താണെന്നുള്ളത് അത് ഗ്രാൻഡ്മയോട് പറയുന്നതാണ്. ഗ്രാൻഡ്മയോട് പറയുന്നതിലൂടെ സ്റ്റേജിൽ ആ കാര്യം പ്രസൻറ്റ് ചെയ്യാതെ തന്നെ അവരുടെ ആയിട്ടുള്ള കോൺവെർസേഷൻ കഴിഞ്ഞിട്ടുള്ള, കുട്ടികളുമായിട്ടുള്ള കോൺവെർസേഷൻ കഴിഞ്ഞിട്ടുള്ള മെസ്സേജ് ഇവിടെ ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതിലൂടെയാണ് ഓഡിയൻസ് മനസ്സിലാക്കുന്നത്. സോ ഗ്രാൻഡ് മദർ, വാട്ട് ഡിഡ് ദ ചിൽഡ്രൻ ഹാവ് ടു സേ? കുട്ടികൾ എന്ത് പറഞ്ഞു? നാരായൺ, ദേ ഡോണ്ട് വാണ്ട് എ ഹോട്ടൽ അറ്റ് ധർമ്മഗിരി, ഇറ്റ് വിൽ ഇഫ് ഇറ്റ് റൂയിൻ അവർ കൺട്രി സൈഡ്. അവരുടെ ഗ്രാമത്തെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹോട്ടൽ വേണ്ട എന്നാണ് അവർ പറയുന്നത്. ഐ തോട്ട് സോ, ചിൽഡ്രൻ ആർ വൈസ്, ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ്, വി മസ്റ്റ് ടേക്ക് എ സ്റ്റാൻഡ്. എന്താണ് ഗ്രാൻഡ്മ പറയുന്നത്? എനിക്കറിയാമായിരുന്നു കുട്ടികൾ വളരെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ബിഗ് പീപ്പിൾ, നമുക്കറിയാം ഇപ്പോഴും വൈകിട്ടില്ല, ഇപ്പോഴും നമുക്കൊരു സ്റ്റാൻഡ് എടുക്കണം. ഓർ എൽസ് അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വലിയ ആൾക്കാർ, ചെറിയ ഹൃദയമുള്ള വലിയ ആൾക്കാർ എന്ത് ചെയ്യും? നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ വില്ലേജിനെ വിഴുങ്ങിക്കളയും. നാരായൺ, മിസ്റ്റർ ദീക്ഷിത് ഈസ് അറൈവിംഗ് ടുമോറോ. ദേ വിൽ സ്റ്റാർട്ട് ലേയിങ് ഫൗണ്ടേഷൻ. വി വിൽ സ്റ്റേജ് എ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആൻഡ് സബ്മിറ്റ് എ പെറ്റീഷൻ. അപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ് അവർ? നാരായണനും കുട്ടികളും എന്താ ചെയ്യാൻ പോകുന്നത്? നാളെ ഇതിൻ്റെ ഓണറാക്കാൻ പോകുന്ന മിസ്റ്റർ ദീക്ഷിത്, ദ ഇൻഡസ്ട്രിയലിസ്റ്റ്, ദ ബിഗ് ഇൻഡസ്ട്രിയലിസ്റ്റ്, അദ്ദേഹം ഇവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇടാനായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? വളരെ സമാധാനപരമായൊരു പ്രൊട്ടസ്റ്റ് ഞങ്ങൾ നടത്തും. അതോടൊപ്പം തന്നെ ഒരു ജാഥ പോലെ ഞങ്ങൾ നടത്തും, ഒരു പ്രതിഷേധം നടത്തും. അതിനുശേഷം എന്ത് ചെയ്യും? വളരെ സമാധാനപരമായൊരു പ്രതിഷേധം നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു പെറ്റീഷൻ എഴുതി ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഗ്രാൻഡ് മദർ അതിനുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കുകയാണ് നമ്മുടെ നാരായണൻ. ഓക്കെ, ദാറ്റ്സ് ഫോർ ഓൾ ടുഡേ. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ സെൻഡ് ചെയ്യാം, ഹോംവർക്കും സെൻഡ് ചെയ്യാം. ഹോംവർക്കിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എഴുതി ഇടണം.